ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ ഒരു കാര്യം, ഈ നവകേരള യാത്രക്കിടെ അദ്ദേഹത്തിന്റെ രക്ഷാപ്രവർത്തനം എന്ന ന്യായീകരണം വലിയ തോതിൽ ചർച്ചയാവുകയോ വിമർശനത്തിന് പാത്രമാവുകയോ ഒക്കെ ചെയ്തിരുന്നു പല പാർട്ടി കമ്മിറ്റികളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതനുസരിച്ച്. അപ്പോൾ നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. മുഖ്യമന്ത്രിയുടെ ഈ രക്ഷാപ്രവർത്തനമാണ് അക്രമം എന്ന നിലപാട് തിരിച്ചടിച്ചു എന്നൊക്കെ പല കമ്മിറ്റികളിലും അഭിപ്രായം ഉയർന്നു എന്നൊക്കെ നമ്മൾ പത്രങ്ങളിലും മറ്റുമൊക്കെ കാണുന്നു. ഇന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുകയാണ്, ഞാൻ കണ്ടത് രക്ഷാപ്രവർത്തനമാണ്, എൻ്റെ ബസ്സിന് മുമ്പിലേക്ക് ചാടി വീഴുന്ന ആളുകളെ രക്ഷിക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശ്രമിച്ചതാണ്, ഞാൻ കണ്ടതേ പറയൂ. അപ്പോൾ ഇത്രയധികം സമൂഹത്തിന് ബോധ്യമുള്ള അല്ലെങ്കിൽ ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള കാര്യത്തിൽ പോലും ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുക വഴി ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ആര് വിമർശിച്ചാലും കുഴപ്പമില്ല, അതൊക്കെ വിമർശിക്കുന്നവരുടെ കുഴപ്പം എന്ന മട്ടിലാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതെ, നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയിൽ ഇപ്പോൾ സജീഷ് പറഞ്ഞ കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് വിശകലനം ചെയ്താൽ യഥാർത്ഥത്തിൽ പ്രശ്നം SFI അല്ല, SFIക്ക് നേതൃത്വം കൊടുക്കുന്ന, അവരെ ഈ വഴിയിലേക്ക് നയിക്കുന്ന CPM-ഉം അവരുടെ നേതാക്കന്മാരുമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. അപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞ് നമ്മളന്ന് കണ്ടതാണ്. ഇപ്പോൾ സജീഷ് പറഞ്ഞല്ലോ, പ്രിൻസിപ്പലിനെ മുഖത്തടിക്കുന്നു, അത് സംബന്ധിച്ചുണ്ടാക്കിയിട്ടുള്ള വ്യാപകമായ പ്രതിഷേധം ഉയർന്നു വരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോഴും അതിനെ ന്യായീകരിക്കുകയാണ്. അവിടെ വാദിയെ പ്രതിയാക്കുക, പിന്നെ ആടിനെ പട്ടിയാക്കുക എന്ന് പറയുമല്ലോ, അത് യഥാർത്ഥത്തിൽ എല്ലാ കേസുകളിലും ചെയ്യുന്നതാണ്. ഇപ്പം കാര്യവട്ടം ക്യാമ്പസിലെ ഇഷ്യൂസിലാണെങ്കിലും ശരി, യഥാർത്ഥത്തിൽ പ്രതിയായിട്ട് നിൽക്കുന്ന SFIയെ വാദിയാക്കി മാറ്റുന്ന ഒരു സ്ക്രിപ്റ്റ് മെനയും ഇത്തവണ അവർ മെനഞ്ഞിട്ടുണ്ട്. പൂക്കോട് കോളേജിൽ പോലും അവിടെ ഇത്രയും പരസ്യമായി എല്ലാ വിഷ്വൽസും ഉണ്ടായിരിക്കവേ തന്നെ സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തു എന്ന ഒരു കഥ മെനയുന്ന വിധത്തിൽ കാര്യങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഇത് വളരെ ഫാസിസ്റ്റിക് ആയിട്ടുള്ള ഒരു നീക്കമാണ് എല്ലാ കാര്യത്തിലും ചെയ്യുന്നത്. ഇതുണ്ടാക്കുന്ന അപജയം എത്ര വലുതാണെന്ന് അവരെന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല. ഇതാണ് CPM-ൻ്റെ നിലപാടെങ്കിൽ, ഇതാണ് സജീഷിൻ്റെ നിലപാടെങ്കിൽ, പിന്നെ എങ്ങനെയാണ് SFI നേരെയാവുക? SFI നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾ, അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടരുക മാത്രമേ ചെയ്യുള്ളൂ. ജനാധിപത്യം എന്നാൽ എന്താണ് എന്ന് SFIക്ക് അറിയുമോ? പോട്ടെ, സജീഷിന് അറിയുമോ? എതിരാളിയുടെ അഭിപ്രായത്തെ, മറ്റൊരാളുടെ അഭിപ്രായത്തെ മാനിക്കുക എന്നുള്ളതാണല്ലോ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം. മറ്റൊരാൾ ഇവിടെ വേറൊരാളും പ്രവർത്തിക്കേണ്ടതില്ല എന്ന് പറയുന്ന SFI, ഈ ക്യാമ്പസിൽ മറ്റൊരു സംഘടന പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറയുന്ന SFIക്ക് എന്ത് ജനാധിപത്യ ബോധമാണുള്ളത്? ഇപ്പോൾ ശരി, മറ്റ് സംസ്ഥാനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ എങ്ങും ശക്തി ഇല്ലാത്തതുകൊണ്ട് അവിടെ ഇടിമുറിയില്ല. പക്ഷേ കാര്യവട്ടം ക്യാമ്പസിൽ ഹോസ്റ്റലിലെ 121-ാം നമ്പർ റൂം നമ്പർ അവിടെ ഇടിമുറിന്ന് ബോർഡൊന്നും വെച്ചിട്ടില്ല, പക്ഷേ അതൊരു ഇടിമുറിയായിട്ട് ഉപയോഗിച്ചു എന്നാണല്ലോ അവിടെ വിദ്യാർത്ഥികൾ പറയുന്നത്. ഈ പറയുന്ന കേരളത്തിൽ ഇടിമുറിയെന്ന് ബോർഡൊന്നും എങ്ങും വെച്ചിട്ടില്ല. പക്ഷേ അവിടെ ഇടിമുറി എന്നുള്ള ബോർഡ് വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയും അവിടെ എതിർ പ്രസ്ഥാനക്കാരെ അപമാനിക്കുകയും അവരെ ആക്രമിക്കുകയും ശാരീരികമായി ആക്രമിക്കുകയും വന്ന് അധ്യാപകരെ ആക്രമിക്കുകയും ചെയ്യുന്ന വളരെ അധമമായ പ്രവർത്തനത്തിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യുക, ക്യാമ്പസിലെ സ്വതന്ത്രമായ അന്തരീക്ഷത്തെ ഇല്ലാതാക്കുക, അവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ ഇല്ലാതാക്കുക. എനിക്ക് തോന്നുന്നു SFI കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു അജണ്ടയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ഒരു കൾമിനേഷൻ സ്റ്റേജാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ അപകടകരമാണ്. അവരെ തിരുത്താൻ കഴിയുന്നില്ലെങ്കിൽ SFIയെ കേരളത്തിലെ വിദ്യാർത്ഥികൾ ബഹിഷ്കരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഇവിടെ ശ്രീ SK